രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അവനെ പിന്തുടരൂ. ആ ബൈക്കിന്റെ ഫോൺ മുഖ്യമന്ത്രി രാജിവെക്കണോ? എങ്ങനെ? മുഖ്യമന്ത്രി അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ. രാജിവെക്കണോ? രാജിവെക്കണോ? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. വെറുതെ മുഖ്യമന്ത്രി രാജിവെക്കുന്നത് കാരണം എന്താ? എന്ത് പ്രശ്നം? നീ എന്നോടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ട് വരുന്നത്? കേരളത്തിൽ എന്തെങ്കിലും കേരളത്തിൽ നടക്കുന്നത്? എന്താ നടക്കുന്നത്? എന്താ നടക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ വികസനം എന്ന് പറയുന്നത്? എത്ര തട്ടിപ്പടക്കുന്നുണ്ട്. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കാ. ഞാൻ 4 ആളറിയുന്ന ഒരു മാന്യനാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം ആ, ഇത് വെക്കണം. പറയാൻ വേണ്ടിട്ട് ഈ തലേ രാത്രി ഞാൻ ചിരിച്ചു പോയനെ. എന്തിനാ ഇപ്പൊ ഇത് മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടോ? എന്തിനാണ് ഞാൻ രാജിവെക്കേണ്ടത് ചോദിച്ചാൽ എന്ത് പറയും? എന്നെ പറ്റി പുകഴ്ത്തി എഴുതിയ കാര്യമല്ലേ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അത് വേണ്ട, വേണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഇത് നല്ലൊരു ഭരണമല്ല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അവരെ തന്നെ വന്ന് മീറ്റിങ്ങിന്റെ ടൈമിൽ തന്നെ അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്നെ മീറ്റിംഗിൽ പറഞ്ഞില്ല. തടസ്സങ്ങൾ ഇല്ലാണ്ട് തന്നെ പോണത് 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നാ ചിരട്ടം കൂടി പിടിക്കോളൂ അറിഞ്ഞോ. പറഞ്ഞിട്ടില്ലേ? എല്ലാ ജില്ലാ കമ്മിറ്റികളും എല്ലാ കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിന്റെ ഇത് നന്ദി. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ശൈലി മാറ്റണം, അതാ ശൈലിയും മാറ്റേണ്ട. പ്രായം കൂടിയോണ്ട് സ്വഭാവം നന്നില്ല, ഒന്നും നന്നില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടോ. അല്ല, പ്രായം കൂടിയവരുടെയൊക്കെ സ്വഭാവം നല്ലതല്ല, അങ്ങനെ ഉണ്ട്. അത് ഇപ്പൊ മോഡിയുടെ കാര്യം നോക്കുമ്പോ നല്ലതൊന്നല്ല. കിട്ടി, പലിശ സഹിതം കിട്ടി. സ്വഭാവം മാറുന്ന രീതിയിൽ അത് ആൾക്കാരുടെ അടുത്തല്ലല്ലോ കാണിക്കേണ്ടത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതായത് മുഖ്യമന്ത്രി മൈക്കിനോട് ദേഷ്യപ്പെടും, അതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് പുള്ളിയുടെ ഒരു ചെറിയ ചെറിയ LKG കുട്ടികൾ കളിക്കുന്ന കളിയാ കളിക്കുക. അത് ഈ തവണത്തെ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ട്. ഉണ്ട്. അതാണിപ്പോ കണ്ടത്. അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ്. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.